നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ CorelDRAW ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്, സൗപർണിക. ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ മുമ്പ് ചെയ്തതാണ്. അത് കുറച്ചുകൂടെ ഷോർട്ടാക്കിയിട്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ പുതിയ വീഡിയോയിൽ. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കുവാൻ കാരണം ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് ചോദിച്ചു, നമ്മൾ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു വേർഡ് ഡിസൈൻ ചെയ്തതിന് ശേഷം അത് കട്ടിംഗ് പ്ലോട്ടറിൽ ഒരു തവണയായിട്ട് കട്ടിങ് കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് അത്രയും ലെങ്ത്തിൽ അത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അതിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ സൗപർണിക എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗപർണികയാണ് നമുക്ക് 2 തവണയായിട്ട് കട്ട് ചെയ്ത് ഇത് എടുക്കേണ്ടതെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇതിന് പകുതിയായിട്ട് കൊടുത്താൽ മതി. എന്നാൽ നമ്മൾ ഇതിനൊരു ഔട്ടർ കൊടുത്തതിന് ശേഷം കൊടുക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനൊരു കോണ്ടോർ സ്റ്റെപ്പ് കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം അറേഞ്ച് ബ്രേക്ക് കോണ്ടോർ ഗ്രൂപ്പ് അപ്പാർട്ട്. ഇതിപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ബ്രേക്ക് ചെയ്ത ആ ബ്ലൂ, അതായത് നമ്മൾ കോണ്ടോർ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്ന ആ ബ്ലൂ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും കോണ്ടോർ സ്റ്റെപ്പ് എടുക്കുന്നു. എടുത്ത് അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് ഒരു റെഡ് ഷെയ്ഡിലേക്ക് കൊടുത്തു. ഇപ്പോൾ ഒരു പാർട്ട് കൂടെ അതിൻ്റെ പുറത്തുകൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എയറോ ടൂൾ എടുത്ത് അറേഞ്ച് ബ്രേക്ക് കോണ്ടോർ ഗ്രൂപ്പ് അപ്പാർട്ട്. ശേഷം ആ ബ്ലൂവും ആ റെഡും കൂടെ സെലക്ട് ചെയ്ത് സിംപ്ലിഫൈ അത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ബ്ലൂ ഒഴിവാക്കുകയാണ്. ബ്ലൂ ഒഴിവാക്കുമ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ചെറിയ ഡോട്ടൊക്കെ കാണാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ആ റെഡ് സെലക്ട് ചെയ്ത് ഇവിടെ റെഡ് സെലക്ട് ചെയ്തതിന് ശേഷം അത് ആദ്യ പടിയായിട്ട് ഇവിടെ കളറ് ഒഴിവാക്കുന്നു. അതിൻ്റെ കളർ ഒഴിവാക്കി ലൈൻസ് മാത്രം കൊടുത്തതിന് ശേഷം ബ്രേക്ക് അപ്പാർട്ട് കൊടുത്തപ്പോൾ ഇത് കംപ്ലീറ്റ് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഉള്ളിലുള്ള ആ ലൈൻസ് അത് കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കുകയാണ്. സോറി, ആ ഫോണ്ട് ഉൾപ്പെടെ പോയി. ആ ഉള്ളിലുള്ള ഡോട്ട്സ് കംപ്ലീറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ആ 2 ലൈനും കൂടെ സെലക്ട് ചെയ്ത് ഇവിടെ കമ്പൈൻ അടിക്കുന്നു. ഇപ്പോൾ അത് ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണിപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ റിസൾട്ട് ഇതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കട്ട് ചെയ്ത് 2 പാർട്ടാക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നുള്ളതാണ് ഒരാൾ ചോദിച്ചത്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മാർഗം, ഇപ്പോൾ ഞാൻ പെൻ ടൂൾ എടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഏകദേശം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്കൊരു അത്ര ക്ലിയറായിട്ട് മനസ്സിലാകാത്തൊരു ഏരിയ വെച്ചിട്ട് ഞാൻ എടുക്കുകയാണ്. ഒരു പെൻ ടൂൾ വെച്ചിട്ടൊരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഗ്രൂപ്പ് ചെയ്യണം. അത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ പെൻ ടൂൾ വെച്ചൊരു ബോക്സ് അതിന് സൗപർണികയിൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഭാഗത്ത്, അതായത് പകുതി ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു നേർപകുതി വരുന്ന ആ ഒരു ലെവലിൽ ഞാനത് സെലക്ട് ചെയ്ത് വെച്ച് ശേഷം സ്മാർട്ട് ഫിൽ ടൂൾ എടുത്ത് ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗം മാത്രമേ ഇത് വരുന്നുള്ളൂ. ബാക്കി ഭാഗം അങ്ങനെ തന്നെ കിടക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ പിങ്ക് കളറിലുള്ള ആ ഭാഗം മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയെടുത്തു. ഇപ്പോൾ ഇതൊരു പാർട്ടായിട്ട് നമുക്ക് കിട്ടി. വീണ്ടും ഞാനത് ഒന്നായിട്ട് സെലക്ട് ചെയ്ത് ഇവിടെ സിംപ്ലിഫൈ എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മറ്റേ പകുതി അങ്ങ് കട്ടായി. ഇപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ട് വന്നു. ഇനി നിങ്ങൾക്കിത് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് പ്ലോട്ടറിൽ വെച്ച് 2 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന് 2 തവണയായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് നിങ്ങൾക്ക് കറക്റ്റായിരിക്കും. ജോയിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്കും മറ്റുള്ളവർക്കും അത് അത്ര ഫീൽ ചെയ്യില്ല. കളറൊക്കെ കറക്റ്റായിരിക്കും. സോറി, കളറല്ല, അതിൻ്റെ ആ കട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നോക്കുക. അതായത് നമ്മൾ എവിടുന്നാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
മറ്റുള്ളവർക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്തൊരു പോയിന്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.